20 ലക്ഷം വോട്ടർമാരെയാണ് SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതായത് മൊത്തം വോട്ടർമാരിൽ ഏകദേശം 10% വരും ഇത്. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ ചിലപ്പോൾ നമ്മളൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താമെന്നും എന്ത് കാരണത്താലാണ് നമ്മളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം 2026 ഫെബ്രുവരി 7-നാണ് അന്തിമ വോട്ടർ പട്ടിക വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ നൽകിയിട്ട് വോട്ടർ പട്ടികയിൽ തിരിച്ചു വരാനുള്ള അവസരമൊക്കെയുണ്ട്. പ്രധാനമായിട്ട് 4 വിഭാഗത്തിൽപ്പെട്ടവരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഒന്നാമത്തെ വിഭാഗം മരണകാരണമാണ്. അതായത് മരിച്ച ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു, അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് സ്ഥലം മാറ്റമാണ്. ഒരു വോട്ടർ സ്ഥിരമായിട്ട് മറ്റൊരു സ്ഥലത്താണ് താമസമെന്ന് BLO ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെയും നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് ഡ്യൂപ്ലിക്കേഷനാണ്. ഒരേ വ്യക്തിയുടെ പേര് തന്നെ ഒന്നിലധികം വാർഡുകളിലോ മണ്ഡലങ്ങളിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. നാലാമത്തെ വിഭാഗം കണ്ടെത്താൻ കഴിയാത്തവരാണ്. BLO ഓഫീസർമാർ ഫോമുമായി നിലവിലുള്ള അഡ്രസ്സിൽ പരിശോധിച്ചപ്പോൾ ആ അഡ്രസ്സിൽ ആൾ നിലവിലില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് BLO ഓഫീസർ ഇന്നയാൾ ഇന്ന അഡ്രസ്സിൽ ഇല്ല എന്ന റിപ്പോർട്ട് കൊടുക്കും. അത്തരത്തിൽ BLO ഓഫീസർമാർക്ക് ഫോം നൽകാൻ പറ്റാത്തവരെയാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 വിഭാഗത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനടി പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അപ്പീൽ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ആകുമ്പോൾ പലർക്കും ലിങ്കാണ് പ്രശ്നം. ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെയൊന്നും നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ലഭിക്കുക. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ചെറുതായിട്ട് വെബ്സൈറ്റ് ലിങ്ക് എന്ന് എഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓണായി കിട്ടും. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ചില സമയത്ത് ലോഡാകാൻ സമയമെടുക്കും. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നൊരു സമയത്ത് ട്രൈ ചെയ്താൽ മതി. വെബ്സൈറ്റ് ലഭിച്ചാൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമതായി അസംബ്ലി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് തിരഞ്ഞെടുക്കുക. ഇനി താഴെയായിട്ട് പാർട്ടി നെയിം എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്ഥലപ്പേരും ഏത് സ്കൂളിലാണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങളത് കണ്ടെത്തേണ്ടതുണ്ട്. വളരെ വലിയ ലിസ്റ്റായിരിക്കും, കാരണം നിയമസഭാ മണ്ഡലങ്ങളാണല്ലോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്കൂള് വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിന് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയായിട്ട് ഇതുപോലെ ഒരു ഡൗൺലോഡിംഗ് ബട്ടൺ വരുന്നതാണ്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോറം ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാണാം വലിയ ലിസ്റ്റാണ്. എൻ്റെ മണ്ഡലത്തിൽ ഏകദേശം 142 ആൾക്കാരോളം ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും SIRൻ്റെ നടപടിയായിട്ട് പുറത്തായവരാണ്. ഓക്കെ, ഈ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലേ നിങ്ങൾ പേടിക്കണ്ടൂ. ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇപ്പോൾ ഒരേ പേരുള്ള ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടർ ID നമ്പർ, നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പേരനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ പേര് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതെന്ന് ഇവിടെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആദ്യത്തെ ആളെ ഒഴിവാക്കിയിരിക്കുന്നത് അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടാണ്. രണ്ടാമത്തെ ആളെ നിങ്ങൾക്ക് കാണാം അൺട്രാക്കബിൾ ആൻഡ് ആബ്സെൻ്റ് എന്ന്. അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റിയില്ല BLOന്, അതുകൊണ്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ആളെ നിങ്ങൾക്ക് കാണാം പെർമനൻ്റ്ലി ഷിഫ്റ്റഡ്, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കാരണമെന്ന് കൂടി ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടുക. BLOയുടെ നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ആ വീഡിയോ ലഭിക്കുന്നതാണ്. FTM ക്രിയേഷൻ SIR എന്ന് സെർച്ച് ചെയ്താൽ തന്നെ SIRൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ലഭിക്കും. അപ്പം പെട്ടെന്ന് തന്നെ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിക്കും.
ഇനി ഈ ലിങ്ക് ലഭിക്കാത്തവർ ഒന്ന് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ FTM ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്താൽ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതാണ്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഫൈലിൽ വീഡിയോ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഒന്നുകിൽ ഈ വീഡിയോ ഉണ്ടാവും, ഇതിൻ്റെ തംബ്നെയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ലഭിച്ചാൽ അതിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണിച്ചു തരുന്നതാണ്. വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു മോർ എന്ന ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെബ്സൈറ്റ് ഓണായി കിട്ടും. നിങ്ങൾക്ക് വെബ്സൈറ്റ് താഴെ പോയാൽ നിങ്ങൾക്ക് സൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.